നമ്മുടെ അടുത്ത ബാച്ചിൻ്റെ ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 19 സെഷൻസ് ആണ്. റിയൽ ട്രേഡിംഗ് ലേണിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ശരിക്കും ബിഗിനർ ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരു എക്സ്പീരിയൻസും ഒരു പഠനവും ഇല്ലാത്ത ആൾക്കാർക്ക് പോലും കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. കാര്യം ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ തന്നെ ബിഗിനർ ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്യുവർ പ്രൈസ് ആക്ഷനാണ് പഠിപ്പിക്കുന്നത്. 19 സെഷൻസ് ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വാൻസ് ഫണ്ട് അനാലിസിസ്, അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ്, ബിഹേവിയർ പാറ്റേൺ. നമ്മൾ കോൺട്രാക്ഷൻ ട്രേഡേഴ്സാണ്. ബെസ്റ്റ് ട്രേഡ്സ് എപ്പോഴും നോയ്സിലല്ല കിട്ടുന്നത്. ബെസ്റ്റ് ട്രേഡ്സ് എപ്പോഴും കിട്ടുന്നത് സൈലൻസിലാണ് കിട്ടുന്നത്. സൈലൻസിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, ഏതെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കണം, അതിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. സൈലൻസിൽ ഉപയോഗിക്കേണ്ട ചില പാറ്റേൺസ് ഉണ്ട്. ആബ്സലൂട്ട് ക്യാൻഡിൽ പാറ്റേൺസ് ഉണ്ട്, അതുപോലെ തന്നെ എസ് കോൺട്രാ പാറ്റേൺസ് ഉണ്ട്, അതുപോലെ തന്നെ ത്രഷോൾഡ് ബ്രേക്കൗട്ട്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് സൈലൻസിൽ ഉപയോഗിക്കേണ്ടത്. ത്രഷോൾഡ് ബ്രേക്കൗട്ട് ഉപയോഗിക്കേണ്ട പിവറ്റ് കൺസെപ്റ്റ്സ് ഉണ്ട്. ഇതെല്ലാമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പഠിക്കാനും അതിനോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് ഓവർ എ പീരീഡ് ഓഫ് ടൈം കൊണ്ട് മാസ്റ്റർ ചെയ്യാനും താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ prosup23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ട് ക്രിട്ടിക്കലായി എന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ആഴ്ച എന്താണ് മാർക്കറ്റിൽ നടന്നത്, ഏത് രീതിയിലാണ് മാർക്കറ്റ് ഫോള്. ഇൻ്റർനാഷണൽ ലെവലിൽ ഹോർമുസ് ആണെങ്കിലും റെഡ് സീ ആണെങ്കിലും ബ്ലോക്കേഡിൻ്റെ പുറത്ത് എങ്ങനെയാണ് ക്രൂഡ് ഓയിൽ റെസ്പോണ്ട് ചെയ്തത്, എങ്ങനെയാണ് ക്രൂഡിനെ ബേസിക്കലി വലിയ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കൺട്രിയിലേക്ക് നമ്മുടെ കണക്കുള്ള മാർക്കറ്റ് എങ്ങനെയാണ് ഫോളോ ആയതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ താങ്കൾക്ക് ബെറ്റർ ആവുമെന്നുള്ള വിചാരത്തിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കാരണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ കണ്ടല്ലേ ഏത് രീതിയിലാണ് ക്രൂഡ് $68 ആയിരുന്നു 2 ആഴ്ച മുമ്പ്. അവിടെ നിന്നും $101 കുതിച്ച് കയറുക എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, ആ ലെവൽ ഓഫ് വോളറ്റിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും ഇറാൻ US വാറിൻ്റെ ഫസ്റ്റ് വാർ, നോട്ട് 1 വാറിനെക്കാട്ടിലും വൈഡ് സ്പ്രെഡാണ് നോട്ട് 2 എന്ന് പറയുന്ന വാർ. നോട്ട് 1-ൽ പല കൺട്രീസും നെഗോസിയേഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. നോട്ട് 2-ൽ സോഫാർ ഒരു കൺട്രിയും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വന്നില്ല നെഗോസിയേഷൻ ടേബിളിലേക്ക്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആസ് എ ട്രേഡർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. താങ്കൾ ഈ വീഡിയോ വളരെ സീരിയസ് ആയിട്ട് കാണണം. കണ്ടാൽ മാത്രം പോരാ, ഈ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ ക്യാപിറ്റൽ പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ കാര്യം. പ്രോഫിറ്റ് അത് കഴിഞ്ഞ് മാത്രമേ വരുന്നുള്ളൂ. പോയിന്റ് നമ്പർ 1, എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സോൺ 1-ലുള്ള സ്റ്റോക്കിനെ മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ, സ്റ്റേജ് 2-ലുള്ള സ്റ്റോക്കിനെ മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ, സ്റ്റേജ് 2-ലെ പുൾ ബാക്ക് സോണിൽ മാത്രമേ ട്രേഡ് ചെയ്യാവൂ. മുമ്പ് ഉള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ എന്താണ് സോൺ 1-നെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ പഴയ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ എടുക്കുക, നോക്കുക, പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അപ്പോൾ എങ്ങനത്തെ സ്റ്റോക്കിനാണ് ട്രേഡ് ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആൾക്കാർ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് ആവറേജ് ചെയ്യുമ്പോഴാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ മേലാതെ, ഏത് സ്റ്റോക്ക് എടുക്കണമെന്ന് അറിയാൻ മേലാതെ, സ്റ്റോക്കിൻ്റെ റിസൾട്ടിനെ കുറിച്ചുള്ള അനാലിസിസ് നടത്താതെ എടുത്തിരിക്കുന്ന സ്റ്റോക്ക് താഴെ പോകുമ്പോൾ ആവറേജ് ചെയ്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നഷ്ടം വരുന്നത്. അതുകൊണ്ട് തന്നെ മോശം മാർക്കറ്റിൽ റിസൾട്ട് സീസണിൽ നമ്മൾ എന്താ പറയുക മിഡിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. താങ്കളുടെ സ്റ്റോക്ക് ഈ റിസൾട്ട് സീസണിൽ സോഫാർ റിസൾട്ട് വന്നില്ല എങ്കിൽ പ്ലീസ് ഡോണ്ട് ആവറേജ്. താങ്കൾക്ക് കറക്റ്റായിട്ടുള്ള അനാലിസിസ് അറിയാൻ മേല എങ്കിൽ പ്ലീസ് ഡോണ്ട് ആവറേജ്. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാര്യം ആവറേജ് ചെയ്തു, മാർക്കറ്റ് മോശമാണ്, റിസൾട്ടും മോശമാണെങ്കിൽ സ്റ്റോക്ക് ഏത് ലെവലിൽ പോകുന്നുള്ള കാര്യം നോബഡി ക്യാൻ പ്രെഡിക്റ്റ്. ആക്ച്വലി 30, 40, 50% താഴെ പോകാനായിട്ട് അതേ സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ബി കെയർഫുൾ, പ്ലീസ് ഡോണ്ട് ആവറേജ്. താങ്കൾക്ക് കറക്റ്റായിട്ടുള്ള കൺവിക്ഷൻ ഇല്ല എങ്കിൽ ആവറേജ് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് ആദ്യത്തെ റിക്വസ്റ്റ്. രണ്ടാമത്തെ കാര്യം, നല്ല ചില ആൾക്കാരും വിട്ടുപോകുന്നതും ശ്രദ്ധിക്കാത്തുള്ള കാര്യം റൈറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. റൈറ്റ് സ്റ്റോപ്പ് ലോസ് കൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ റൈറ്റ് എൻട്രി എന്നുള്ള ലെവൽ മനസ്സിലാക്കണം. റൈറ്റ് എൻട്രി എവിടെയാണ് നിങ്ങൾ എടുക്കുന്നത് അതിനെടുപ്പിൻ്റെയിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ സ്ട്രെങ്തും. ശരിക്കും റൈറ്റ് എൻട്രി എടുക്കുന്ന സോൺ വളരെ സ്ട്രോങ് സോണാണ്. ആ എൻട്രി എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസുമായിട്ട് ഒരു 2% വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ. ഹയർ ഡിഫറൻസ് വരാൻ നേരത്ത് സ്റ്റോപ്പ് ലോസ് നമ്മൾ മാറ്റി കൊടുക്കുക, ആൾക്കാർ ഹ്യൂജ് ഫാളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്ലീസ് ടേക്ക് കെയർ ദാറ്റ് പാർട്ട്. മൂന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ ഫാളിംഗ് മാർക്കറ്റിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മാർക്കറ്റ് താഴെ പോയി ഒരിക്കലും പോകത്തില്ല. മാർക്കറ്റ് ഒന്ന് തിരിയുന്ന സമയത്ത്, മാർക്കറ്റ് സ്ട്രെങ്ത് വന്ന് പതുക്കെ തിരിയുന്ന സമയത്ത് ക്യാഷ് കയ്യിലുള്ളവരാണ് ഏറ്റവും വലിയ കിങ്സ് ആയിട്ട് മാറുന്നത്. അവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്കിൽ റൈറ്റ് പ്രൈസിൽ ബെസ്റ്റായിട്ട് ലെവലിൽ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ കാര്യം, സപ്പോസ് ഈ ഫാളിംഗ് മാർക്കറ്റ് പോലും കറക്റ്റായിട്ട് സ്റ്റോക്കിനെയൊക്കെ അനലൈസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ, പൊസിഷൻ ബിൽഡ് ചെയ്യാൻ പ്ലാനുള്ള ആൾക്കാർ പൊസിഷൻ സൈസ് കുറയ്ക്കുന്നത് കഴിവതും നല്ലതായിരിക്കും. അതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മാർഗം. അഞ്ചാമത്തെ കാര്യം, എനിക്ക് 2 ദിവസം മുമ്പ് ഒരു ഫോൺ കോൾ വന്നു.
എനിക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ താങ്കളെ 2 കൊല്ലം മുമ്പ് വിളിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്തിനാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ലിവറേജ് വെച്ച് കുറേ സ്റ്റോക്കുകൾ മേടിച്ചു. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പിലത്തെ കാര്യം പറയുന്നത്. അതെന്ത് സംഭവിച്ചു, സ്റ്റോക്കെല്ലാം ഫാളായപ്പം ബ്രോക്കർ എടുത്ത് വിൽക്കുകയും ചെയ്തു. നെവർ ഡു ലിവറേജ് ട്രേഡിംഗ്. കഴിവതും ലിവറേജ് ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുക. ലിവറേജ് ട്രേഡിംഗ് ചെയ്യണമെന്നാൽ താങ്കൾക്ക് അങ്ങനെ പ്ലാനുകൾ താങ്കൾ മാസ്റ്റർ ചെയ്യണം. ട്രേഡിനെ മാസ്റ്റർ ചെയ്തൊരാൾക്ക് മാത്രമേ ലിവറേജ് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത ആൾക്കാർ ചെയ്യുന്നത് അത് ക്യാപിറ്റൽ ഇറോഷൻ വളരെ സ്പീഡിൽ പോകുന്നൊരു സംഗതിയാണെന്നുള്ള കാര്യം എടുത്തു പറയും. അടുത്ത പോയിന്റ്, ഹൈ ഡെറ്റ് ആയിട്ടുള്ള കമ്പനീസ്, ഹ്യൂജ് ഡെറ്റുള്ള കമ്പനീസ്, സിംഗിൾ മാർജിനിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ്, വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ROC ഉള്ള കമ്പനീസ് പ്ലീസ് അവോയ്ഡ്. ഈ കമ്പനികളൊക്കെ മുങ്ങാൻ സമയമൊന്നും വേണ്ട. മുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ടോട്ടലി ബ്ലോക്ക് ആയിപ്പോൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അടുത്തത് സ്ട്രെങ്ത് മാറ്റേഴ്സ്. എങ്ങനെയാണ് സ്ട്രെങ്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നത്? പല ആൾക്കാർക്കും റിലേറ്റീവ് സ്ട്രെങ്ത്തിനെ കുറിച്ച് അറിയാം, പക്ഷേ റിലേറ്റീവ് സ്ട്രെങ്ത് ടെക്നിക്കൽ സൈഡാണ്. ഈ ടെക്നിക്കലായിട്ട് റിലേറ്റീവ് സ്ട്രെങ്ത്തിനെ ബിഹേവിയർ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കും, ആ ബിഹേവ് വെച്ച് എങ്ങനെ നമ്മൾ ഒരു സ്റ്റോക്കിനെയും ആ ഇൻഡെക്സ് തമ്മിൽ എങ്ങനെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഞാനൊരു സ്മോൾ ക്യാപ് ട്രേഡറാണ്. എൻ്റെ ഇൻഡെക്സ് നിഫ്റ്റി അല്ല. എൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി മിഡ് സ്മോൾ 400 ആണ്. പലപ്പോഴും നിഫ്റ്റിയും മിഡ് സ്മോൾ 400ഉം എപ്പോഴും പല കേസിലും ഡൈവേർജൻസ് വരാം, പല കേസിലും കൺവേർജൻസ് വരാം. ഇത് രണ്ടും സംഭവിക്കാം മാർക്കറ്റിൽ. എൻ്റെ ഫോക്കസ് കംപ്ലീറ്റ് എങ്ങനെയാണ് എൻ്റെ ഇൻഡെക്സ്, എൻ്റെ സ്റ്റോക്ക്, എൻ്റെ സെക്ടർ വർക്ക് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരിക്കും. അപ്പോൾ ഞാനിവിടെ ചെറിയ എക്സാമ്പിൾ കാണിക്കാം എങ്ങനെയാണ് ബിഹേവിയർ പാറ്റേൺ റിലേറ്റീവ് ഇൻഡെക്സ് വർക്ക് ചെയ്യുന്നത്. താങ്കളത് കണ്ട് മനസ്സിലാക്കുക. പഴയ സ്റ്റോക്കിലാണ് കാണിക്കുന്നത്. താങ്കൾ കണ്ട് മനസ്സിലാക്കാൻ താങ്കളുടെ ഇരിക്കുന്ന സ്റ്റോക്കിൽ ഇതൊന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അല്ല താങ്കൾ എടുക്കാൻ പോകുന്നെങ്കിൽ സ്റ്റോക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള അതിൻ്റെ അകത്തൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതെല്ലാം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, റൈറ്റ് സ്ട്രെങ്ത് നമ്മൾ അനലൈസ് ചെയ്യുക ചെയ്യുന്നത്. ഇത് വളരെ ക്രിട്ടിക്കലാണ്. എനി ടൈം മാർക്കറ്റ് ഫോളോ ചെയ്യുമ്പോൾ മാത്രമല്ല, എനി ടൈം ദിസ് ഈസ് വെരി വെരി ക്രിട്ടിക്കൽ ഇൻ ട്രേഡിംഗ്. ഫ്രണ്ട്സും എങ്ങനെയാണ് നമ്മൾ ബിഹേവിയർ റിലേറ്റീവ് സ്ട്രെങ്ത് മനസ്സിലാക്കുന്നത്? സാറിന് റിലേറ്റീവ് സ്ട്രെങ്ത് എന്നുള്ള കാര്യം ഒരു തിയറിറ്റിക്കലാണ്, പക്ഷേ പ്രാക്ടിക്കൽ സൈഡിൽ ബിഹേവിയർ എങ്ങനെ മനസ്സിലാക്കും? അഡ്ലാൻറ്റിക് ഇലക്ട്രിക്കൽസിൻ്റെ പഴയ ചാർട്ടാണ്, സംതിങ് അറൗണ്ട് ഒരു 5 മാസം മുമ്പിലത്തെ ചാർട്ടാണ്. നോക്കൂ, അഡ്ലാൻറ്റിക് ഇലക്ട്രിക്കൽസ് എങ്ങനെ വേഴ്സസ് നിഫ്റ്റി മിഡ് സ്മോൾ 400 എങ്ങനെ വർക്ക് ചെയ്തു. അഡ്ലാൻറ്റിക് ഇലക്ട്രിക്കൽസ് നേരെ ഈ ലെവലിൽ നിന്ന് നേരെ EMA 21 ആണ്, നേരെ താഴെ വന്നു. സെയിം ലെവലിൽ നിഫ്റ്റി മിഡ് ആൻഡ് സ്മോളും കൂടെ കുറച്ചുകൂടെ താഴെ വന്നു. അഡ്ലാൻറ്റിക് ഇലക്ട്രിക്കൽസ് താഴെ വന്നതിന് ശേഷം എന്താ സംഭവിച്ച്, ഇത് ലോവർ ഹൈ ആണെങ്കിൽ, ഇത് ലോവർ ലോ ആണെങ്കിൽ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതേ സമയത്താണ് ഇൻഡെക്സ് നേരെ ലോ ക്രിയേറ്റ് ചെയ്ത് ഇൻഡെക്സും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് ഇൻഡെക്സ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത്, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഹയർ ലോ എന്നുള്ളത് അഡ്ലാൻറ്റിക് ഇലക്ട്രിക്കൽസ് EMA 21 മുകളിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻഡെക്സിൽ EMA 21 താഴെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അഡ്ലാൻറ്റിക് ഇലക്ട്രിക്കൽ അവിടെ എന്തോ ഒറ്റ കയറ്റം കയറ്റി വീണ്ടും ഹയർ ഹൈ ഹയർ ലോ സ്ട്രക്ചറിലേക്ക് മാറിയപ്പം ഇൻഡെക്സ് ആ ലെവലിലേക്ക് മാറിയില്ല. സമയത്ത് ഇൻഡെക്സ് ലോവർ ഹൈ ലോവർ ലോയിലേക്ക് തിരിച്ചു പോയി. ശരിക്കും ആദ്യം ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് EMA കട്ട് ചെയ്ത് പോയതിന് ശേഷം വീണ്ടും ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തത്. അതേസമയം സ്റ്റോക്ക് ലോ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ചെന്താ സംഭവിച്ചത്, റിയൽ മൂവിങ് സ്ട്രക്ചർ, അതായത് ട്രെൻഡിങ് സ്റ്റോക്കുള്ള സ്ട്രക്ചർ ഹയർ ഹൈ ഹയർ ലോ സ്ട്രക്ചറിലാണ് കയറിപ്പോയത്. പഴയ ചാർട്ടാണ് ഇത്. ഏപ്രിൽ 26 വരെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നതാണ്. അപ്പം ഇതന്നെ പറയുന്നപ്പോഴാണ് ബിഹേവിയർ റിലേറ്റീവ് സ്ട്രെങ്ത്. നമ്മൾ ടെക്നിക്കൽ സ്ട്രെങ്ത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ദി ഇൻഡെക്സ്, അവിടെയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് സ്റ്റോക്കുകൾ റിയൽ ആയിട്ടുള്ള സ്ട്രെങ്ത് കാണിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ്, പുൾ ബാക്കിലേക്ക് വരുമ്പം അല്ലെ സെല്ലിലേക്ക് വരുമ്പം വോളിയത്തിനെ അനലൈസ് ചെയ്യുക. കാരണം വോളിയം മാറ്റേഴ്സ്. പ്രൈസിനെക്കാളും ക്രിട്ടിക്കൽ ഫാക്ടർ വോളിയമാണ്. പ്രൈസ് എന്ന് വെച്ചാൽ ഒരു സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ വോളിയമാണ് ഹോൾ ഡയറക്ഷൻ ഓഫ് ദി ട്രേഡിംഗ് എന്ന് പറയുന്ന സംഗതി. വോളിയത്തിന് മാറ്റർ ചെയ്താൽ മാത്രമേ ട്രേഡിങ്ങിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വോളിയത്തിനെ അനലൈസ് ചെയ്യുക, വോളിയത്തിനെ റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സിമ്പിൾ വോളിയം എന്ന് വെച്ചാൽ ഞാനൊക്കെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റിനകത്ത് UBARD എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. പവർഫുള്ളാണ്. എന്താണ് UBARD? അതിനകത്തുള്ള സീക്രട്സ് എന്തെല്ലാമാണ്, അതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിം വർക്ക് ചെയ്യുന്നു, അതെങ്ങനെയാണ് നമ്മുടെ കൺവിക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത പോയിന്റ്, നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരാകുമ്പം നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി വരും മാർക്കറ്റ് ഫോളോ ചെയ്യുമ്പം ചെയ്യാനില്ല. നമ്മുടെ പ്രോഫിറ്റ്സ് അല്ല നമ്മുടെ ലോസ് എന്തുമാത്രം കൂടി, എന്തുമാത്രം പ്രശ്നമാണ്, നമുക്ക് പെട്ടെന്ന് തറകടി ചാടി കയറേണ്ട സമയമായോ എന്നൊക്കെ അറിയാനായിട്ട് ഒരു പാനിക്ക് വരും. ശരിക്കും നെവർ ഡു ഇൻ ദ പാനിക് സ്റ്റേറ്റ്. പാനിക് സ്റ്റേറ്റിലുള്ള സെല്ലാണെങ്കിലും ബൈ ആണെങ്കിലും അത് പ്രോബ്ലംസേ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. താങ്കളുടെ റൈറ്റ് അനാലിസിസ് നടത്തിയാൽ മാത്രമേ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. പിയാനിലൊക്കെ എപ്പോഴും എടുത്ത് നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. താങ്കൾ കറക്റ്റായിട്ടുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള എൻട്രി ലെവലിൽ നിന്നാണ് സ്റ്റോക്ക് എടുക്കുന്നതെങ്കിൽ പിന്നെ താങ്കൾ എന്താ പറയണ്ടേ,
സേഫ് ആയിട്ടിരിക്കുക, കംഫർട്ട് സോണിൽ ഇരിക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. താങ്കൾക്ക് റിസ്ക് താങ്കൾക്കറിയാം, താങ്കളുടെ പ്രോഫിറ്റ് താങ്കൾക്കറിയാം, താങ്കളുടെ സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് താങ്കൾക്കറിയാവുന്ന അവസ്ഥയിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് സ്റ്റോക്കിൽ പ്ലീസ് നെവർ എൻറ്റർ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പത്തെ എൻ്റെ വീഡിയോയും ഇത് തന്നെയായിരുന്നു. എക്സ്റ്റെൻഡഡ് സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കും? കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ എടുത്ത് നോക്കൂ, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് എക്സ്റ്റെൻഡഡ് സ്റ്റോക്കിൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത്. ആ വീഡിയോ എടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എക്സ്റ്റൻഷൻ എന്താണ്, എക്സ്റ്റൻഷനിൽ എങ്ങനെയൊക്കെയാണ് സ്റ്റോക്കുകൾ വർക്ക് ചെയ്യുന്നത്, ആ എക്സ്റ്റൻഷനിലാണോ, ആ എക്സ്റ്റൻഡഡ് ലെവലിലാണോ നമ്മുടെ സ്റ്റോക്ക് നിൽക്കുന്നത്. അങ്ങനത്തെ എക്സ്റ്റൻഷൻസിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് റൈറ്റ് പ്രൊഫഷണൽ ട്രേഡിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഏത് സ്റ്റോക്ക് എടുക്കാൻ പോയാലും ഫസ്റ്റ് ഇവാലുവേറ്റ് ദി എക്സ്റ്റൻഷൻ വിത്തിൻ മാനേജബിൾ ലെവൽ ആണെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. എക്സ്റ്റൻഷൻ ബിയോണ്ട് കൺട്രോൾ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, സ്റ്റോക്ക് കൂൾ ഓഫിന് വേണ്ടി. കൂൾ ഓഫ് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റോക്കിൽ കയറാവൂ. അതിന് ഏറ്റവും ക്രിട്ടിക്കൽ പോയിന്റ് സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക. ഡെയിലിയുള്ള സിറ്റുവേഷൻ മാറി വരുന്ന ഗ്ലോബൽ സിറ്റുവേഷനെ അനലൈസ് ചെയ്താൽ മാത്രമേ റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഫ്രെയിം ഓഫ് മൈൻഡിൽ വരാൻ സാധിക്കത്തുള്ളൂ. സിറ്റുവേഷനിൽ ഡോളർ ഇൻഡെക്സിനെ അനലൈസ് ചെയ്യുക, സിറ്റുവേഷനിലെ ക്രൂഡിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യുക, ബ്രെൻഡ് ക്രൂഡിൻ്റെ മൂവ്മെൻറ്റിനെ കിടന്ന് അനലൈസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ റൈറ്റുള്ള ട്രേഡിംഗ് നടക്കത്തുള്ളൂ. ഈ ക്രൂഡിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രികളെ മനസ്സിലാക്കുക. ഏവിയേഷൻ, അല്ല ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, അല്ല പല രീതിയിലുള്ള കെമിക്കൽ കമ്പനീസ് ഉണ്ട്. ചില കെമിക്കൽ കമ്പനികൾക്ക് ക്രൂഡിൻ്റെ പ്രൈസ് എത്ര കൂടിയാലും അവർക്ക് ആ കൂടുന്ന റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് കസ്റ്റമറിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഒരു പ്രത്യേക മോട്ടുണ്ട്. മോട്ടർ വെച്ചാൽ എക്സ്ട്രാ പവറിന് എക്സ്ട്രാ പൊസിഷനെ പറഞ്ഞ പേരാണ് മോട്ടർ. എല്ലാ കമ്പനിക്കും പക്ഷേ ആ മോട്ടില്ല. നല്ല ശതമാനം കമ്പനികൾക്കും അത് അവരുടെ നെറ്റ് പ്രോഫിറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രൂഡിൻ്റെ ഇമ്പാക്റ്റിൽ ആ ഇമ്പാക്റ്റ് ബാധിക്കാത്ത കമ്പനീസ്, ക്രൂഡിൻ്റെ ഇമ്പാക്റ്റ് കൂടുകയാണെങ്കിൽ കസ്റ്റമറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര കമ്പനികൾക്ക് അതിനുള്ള ശേഷിയുണ്ട്, ആ കമ്പനികളെ കുറിച്ച് ഒരു അനാലിസിസ് നടത്തുക. ആ കമ്പനികളുടെ കറണ്ട് പൊസിഷനെ കുറിച്ച് അനാലിസിസ് നടത്തുക. എത്ര കമ്പനികൾക്ക് ശേഷി ഇല്ലാതുണ്ട്, ആ കമ്പനികളുടെ അവസ്ഥയെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തുക. ഇതൊക്കെ ആസ് എ പ്രൊഫഷണൽ നമ്മുടെ ജോലിയാണ് ശരിക്കും. അതുകൊണ്ട് ഒരു സം അപ്പ് എന്ന് പറയുന്ന ഒറ്റ പോയിന്റിലാണ് എക്സലൻ്റ് ആയിട്ട് റിസൾട്ട് വരുന്ന സ്റ്റോക്കുകൾ. ഞാൻ പറഞ്ഞല്ലോ, റിസൾട്ട് വളരെ ക്രിട്ടിക്കലാണ്. എക്സലൻ്റ് റിസൾട്ട് വരുന്ന സ്റ്റോക്കുകൾ, എക്സലൻ്റ് പെഗ് റേഷ്യോയിലുള്ള സ്റ്റോക്കുകൾ. ഞാൻ പറഞ്ഞ വാല്യുവേഷനേക്കാളും ക്രിട്ടിക്കൽ എന്ന് വെച്ചാൽ ഗ്രോത്ത് പാർട്ടാണ്. വാല്യുവേഷൻ വേണം, അത്യാവശ്യമാണ്, പക്ഷേ ഗ്രോത്ത് സ്റ്റാൻഡ്സ് എബോവ് വാല്യുവേഷൻ. ഗ്രോത്ത് പാർട്ട്. മൂന്നാമത്തെ കാര്യം എക്സലൻറ്റ് വിസിബിലിറ്റി. നെക്സ്റ്റ് 1 year 2 yearലേക്കുള്ള വിസിബിലിറ്റി എന്തുമാത്രം ഓർഡർ കയ്യിലുണ്ട്. നാലാമത്തെ കാര്യം എക്സലൻറ്റ് എക്സിക്യൂഷൻ പ്ലാൻ. ഈ വിസിബിലിറ്റി കിട്ടിയിട്ട് കാര്യം മാത്രമില്ല, എക്സിക്യൂഷൻ പ്ലാൻ എന്ത് ബെസ്റ്റാണ്. സപ്പോസ് എൻ്റെ ഒരു 5000 കോടി ഓർഡർ ഉണ്ട്, എക്സിക്യൂഷൻ പ്ലാൻ 5 കൊല്ലം എന്നുള്ളതും 5000 കോടി ഓർഡർ എക്സിക്യൂഷൻ പ്ലാൻ 2 കൊല്ലം തമ്മിൽ ഭയങ്കര വ്യത്യാസമോട് ശരിക്കും. സോ എക്സിക്യൂഷൻ പ്ലാൻ എക്സലൻ്റ് ഉള്ള ലെവലിലേക്കുള്ള കമ്പനികൾ. ആൻഡ് ഫെൻറ്റാസ്റ്റിക് എന്താ പറയേണ്ടത്, മാനേജ്മെൻറ്റ് ഗൈഡൻസ്. റിസൾട്ട് എക്സലൻ്റായി, മാനേജ്മെൻറ്റ് ഗൈഡൻസ് വീണ്ടും കൂട്ടി. പ്രീവിയസ്ലി ഇങ്ങനെ കൂട്ടിയിരിക്കുന്ന ലെവലിലൊക്കെ അവർ കമ്മിറ്റ്മെൻറ്റ് അച്ചീവ് ചെയ്യേണ്ടത് പറയുന്ന മാനേജ്മെൻറ്റ് ആയിട്ടുള്ള കമ്പനികൾ, ഇങ്ങനത്തെ കമ്പനികളിൽ മാത്രമേ ഫോക്കസ് ചെയ്യാവുള്ളൂ. കാരണം മാർക്കറ്റ് എക്സ്ട്രീംലി വോളറ്റൈലാണ്. നമുക്കറിയില്ല ഏത് ലെവലിലേക്കാണ് മാർക്കറ്റ് നീങ്ങുന്നതിനെക്കുറിച്ച്. നമുക്കൊരു ഐഡിയയുമില്ല. നമുക്ക് മറ്റൊരാളിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കൺവിക്ഷനാണ് ഏറ്റവും വലിയ കാര്യം. ഈ കൺവിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ താങ്കളോട് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഈ പോയിന്റുകൾ താങ്കളുടെ ട്രേഡിംഗ് ലൈഫിൽ വ്യത്യാസം വരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. താങ്കൾ ഈ പോയിന്റിൻ്റെ പുറത്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.